അർബുദ രോഗം വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ അസ്സനിക്ക. അങ്ങനെ ഇവരെ നോക്കാനൊന്നും ആരുമില്ല കേട്ടോ. ഒരു ഭാര്യ ഉള്ളത് ശ്വാസം മുട്ടലാണ്. ഏജ് ആയിട്ടുണ്ട്, 65-60 വയസ്സുണ്ട് രണ്ടുപേർക്കും. പക്ഷേ കുട്ടികളില്ല. വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ പോയി കണ്ടപ്പോൾ വല്ലാതെ നെഞ്ച് പൊട്ടിപ്പോയി. കാരണം അവിടെ എലിയും ചിതലും ഒക്കെ വന്ന് ദ്രവിച്ച ഒരു വീട്. ചെറിയ വാടകയ്ക്ക് അവർക്ക് കിട്ടിയതാണ്, 2000 രൂപ അങ്ങനെ എന്തോ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീട്ടിലെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ക്യാൻസർ രോഗം ബാധിച്ചിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ള രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ അച്ഛനയ്ക്കും അതേപോലെ നടക്കാൻ പോലും ജീവനില്ലാത്ത ഒരു ഉമ്മ. ആരോ പറഞ്ഞു കേട്ടിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വല്ലാത്ത അവസ്ഥയാണ് മോളെ, എന്തെങ്കിലും രീതിയിൽ ഞങ്ങളൊന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത്. ചെന്ന് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അന്ന് മുതൽ അവരുടെ വീടിൻ്റെ വാടകയും അവർക്കൊരു മാസത്തിൽ മരുന്നിലേക്ക് ഒരു ചെറിയ സഹായമായിട്ട് എല്ലാ മാസവും കൊടുത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പോയി കണ്ട വേറൊരു കുടുംബം. ഇപ്പം ഭാര്യയും ഭർത്താവും അസുഖക്കാരാണ്, മക്കളില്ല, നോക്കാൻ ആളില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് കഴിയാണ് അവർക്കും ഇതുപോലെ ഭക്ഷണത്തിൻ്റെ സഹായം നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. കണ്ട നാൾ മുതൽ ഇതുവരെ അത് തുടർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സഹായമാണ് അവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സഹായം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം ഒന്ന് മുടങ്ങിയാൽ അല്ലെങ്കിൽ ഒന്ന് നേരം വൈകി കഴിഞ്ഞാൽ അപ്പം വിളിക്കാൻ തുടങ്ങും, എത്തിയില്ലല്ലോ, കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരെ വീട്ടിലെ ഒരു ഗൃഹനാഥയാണ് ഞാൻ, അല്ലെങ്കിൽ അവരെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. അപ്പം അവർക്ക് ആവശ്യങ്ങൾ പറയാം ധൈര്യമായിട്ട്. ആ രീതിയിൽ അവരവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചെയ്തു വന്ന കാര്യം അത് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട്, നമ്മളതൊരിക്കലും മുടക്കൂല, നമ്മൾ അവരെ ചേർത്ത് തന്നെ പിടിക്കും. ആ കൈ അങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ആ കൈ വിടാതെ എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ പറ്റുമ്പോൾ ഇനി നിങ്ങളൊക്കെ ഹെൽപ്പ് ഉണ്ടാവണം. മന്ത്ലി ഹെൽപ്പിലേക്ക് ഇനിയും 2,10,000 രൂപ കൂടി വേണം. ബാക്കിയൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ട്. 6,10,000 ആയിരുന്നു നമുക്ക് ഈ മാസം ആവശ്യം, അതിൽ 4 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ബാക്കി സഹായം വേണം, ഒരു കാര്യം പറയാനാണ്. അപ്പോൾ ഓരോ ആളുകളെ അവസ്ഥയും എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഓരോ പുരയിൽ ഇറങ്ങി വരുമ്പോഴും സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി വരാറ്. പിന്നീട് അങ്ങോട്ട് പോവാൻ തന്നെ മനസ്സനുവദിക്കാറില്ല, കാരണം ആ ഒരു സങ്കടം കാണാൻ വയ്യല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഫോണിലൊക്കെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ സഹായം എല്ലാ മാസം മുടങ്ങാതെ എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ പറ്റും പോലെ കൂടെ ഉണ്ടാവണം എല്ലാവരും.